ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ. This news is brought to you by തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ ഉൾപ്പെടുത്തി മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വെള്ളരിക്കുണ്ട് ജനമൈത്രി പോലീസും മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളും ചേർന്നാണ് സ്കൂളിൽ ലഹരി വിരുദ്ധ പരിപാടി നടത്തിയത്. ദിനാചരണ പരിപാടി ബിളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടകയം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ പയസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ബീന ചാക്കോ സ്വാഗതം പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ VK അനീഷ് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗം റോസിലി സിബി, PTA പ്രസിഡന്റ് സനോജ് മാത്യു, പരിസ്ഥിതി പ്രവർത്തകൻ സുരേഷ് നാട്ടകൽ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജേക്കബ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ K രമ്യ, PB ബാലാമണി, KV മഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ YS സുഭാഷ് നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. പരിപാടിക്ക് SPC ഇൻസ്ട്രക്ടർ സുകുമാരൻ പെരിങ്ങാല നേതൃത്വം നൽകി. മലയാളത്തിലെയും തമിഴിലെയും 20ഓളം പ്രമുഖ സിനിമകളിൽ കൊറിയോഗ്രാഫി ചെയ്ത രമേശ് രാഘവാണ് ഫ്ലാഷ് മോബ് പരിശീലിപ്പിച്ചത്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലായിരുന്നു. അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.